ഇന്നിപ്പോൾ ന്യൂജൻ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഓഹരിയിലുണ്ടായിരിക്കുന്ന ഒരു നേട്ടത്തെ പറ്റിയാണ്. ഏതായാലും ആദ്യത്തെ ഒരു സെഷനിലൊക്കെ നമുക്ക് ഈ ഒരു ഓഹരിയുടെ ട്രേഡിംഗ് നോക്കുമ്പോൾ 7% ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ടുള്ള ട്രേഡിംഗ് ആണ് കണ്ടത്. എന്നാൽ ഇപ്പോൾ നോക്കുമ്പോൾ ഒരു 4% നേട്ടമാണ് ഈ ഒരു ന്യൂജൻ സോഫ്റ്റ്വെയറിൽ കാണാൻ സാധിക്കുന്നത്. അതിൽ ഓഹരിയെ സംബന്ധിച്ചപ്പോൾ എടുത്തു പറയേണ്ടത് കമ്പനിയുടെ സബ്സിഡറി പുതിയ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പോസിറ്റീവ് ന്യൂസാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജീസിൻ്റെ സബ്സിഡറി ആയിട്ടുള്ള ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജി UK അവരൊരു എഗ്രിമെൻറ്റ് ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുകയാണ്. TCSമായിട്ടുള്ളൊരു എഗ്രിമെൻറ്റാണ് ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത്. TCS NV ബെൽജിയമായിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തതായിട്ട് നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത്. അടുത്ത ഒരു 5 വർഷത്തേക്കുള്ള മാസ്റ്റർ സർവീസ് എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു കരാറെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു കരാറിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ പ്രധാനമായും വരുന്നത് ഒന്ന് ക്ലൗഡ് ഹോസ്റ്റിംഗ്, കൂടാതെ സോഫ്റ്റ്വെയർ ലൈസൻസിങ്, അതുപോലെ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സർവീസസ്, പലതരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ സർവീസിൻ്റെയൊക്കെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ കൂടി ഈ ഒരു എഗ്രിമെൻറ്റിൽ ഉൾപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ കമ്പനിയെ സംബന്ധിച്ച് എടുത്ത് പറയേണ്ടത് ഇന്നലെ മറ്റൊരു പോസിറ്റീവ് ന്യൂസ് കൂടി ഈ ഒരു കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതായത് പുതിയൊരു പർച്ചേസ് ഓർഡർ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്ഷമ ജനറൽ ഇൻഷുറൻസിൽ നിന്നാണ് ഈ ഒരു പോളിസി അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിന് വേണ്ടിയുള്ളൊരു എഗ്രിമെൻറ്റ് ലഭിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നത്. ആ ഒരു എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് ഏകദേശം 21.2 കോടി വാല്യൂ വരുന്നൊരു എഗ്രിമെൻറ്റാണ് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും കമ്പനിയെ സംബന്ധിച്ച് ഈ ഒരു 2 പോസിറ്റീവ് ന്യൂസുകളാണ് ഇന്നത്തെ ഒരു വ്യാപാരത്തിൽ ഓഹരിയെ മുന്നോട്ട് നയിച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഏതായാലും നമുക്ക് കമ്പനിയുടെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് കൂടി നോക്കാം. നമുക്ക് ഈ ഒരു കമ്പനിയുടെ ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, കമ്പനി ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത് ഈ ഒരു വർഷം 2025 ജനുവരിയിലായിരുന്നു. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഓഹരിയിൽ വലിയ രീതിയിലൊക്കെയുള്ള ഒരു ഇടിവാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായ ഒരു 2 മാസം ഇടിവ് രേഖപ്പെടുത്തി പിന്നീട് അങ്ങോട്ടൊരു നേരിയ കൺസോൾട്ടേഷനൊക്കെ ഓഹരിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ നമുക്ക് നോക്കുമ്പോൾ ഇപ്പോൾ കാണുന്നത് ഓഹരിയിൽ ഓൾമോസ്റ്റ് ഒരു 50%-ൻ്റെയൊക്കെ ഇടിവ് ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് രേഖപ്പെടുത്തുന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. കഴിഞ്ഞ മാസം ഒരു നേരിയ പോസിറ്റീവ് ക്ലോസിംഗ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ മാസം നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരു നേരിയ പോസിറ്റീവ് ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ മാസം വലിയ രീതിയിലുള്ള ഒരു വോളിയം ഈ ഒരു ഓഹരിയിൽ ട്രേഡിങ്ങിൽ നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.